ഹലോ. അപ്പം നമ്മളിന്ന് ടുഡേ ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ കുടപ്പനാണ് കേട്ടോ, വാഴയുടെ കുടപ്പനാണ്. അപ്പോൾ നമുക്ക് നോക്കി ലഞ്ച് നമ്മളെന്താ ലഞ്ച് കാണാം. ഇങ്ങനെ ഇതിന് ഇത് ഉപ്പിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടു, വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഉപ്പ് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ നാരും അഴുക്കൊക്കെ ഒന്ന് മാറി കിട്ടും, നാരും പോവും. പിന്നെ അതിൻ്റെ കറകളൊക്കെ ഉണ്ടല്ലോ, കറകളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കാം. അതിൻ്റെ വെള്ളം നന്നായിട്ട് പോയിട്ട് വേണം പിന്നെ നമുക്കത് എടുക്കാനായിട്ട്. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം നമുക്കിന്നത് വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടപ്പനൊക്കെ തിന്നാൻ നല്ലതാണ് കേട്ടോ, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കുടപ്പൻ. നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, സവാള ഒന്നും ചേർത്തിട്ടില്ല. ഇത് ഈ കുടപ്പനിൽ തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഞാൻ ചേർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേറൊന്നും സവാള ഒന്നും ഇട്ടിട്ടില്ല, ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ആയിക്കോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ല ഒരു ബ്രൗൺ കളറാണ് വരെ ഇങ്ങനെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കണ്ടപ്പോൾ, നല്ലൊരു ബ്രൗൺ കളർ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇനി മുട്ട പൊട്ടിച്ച് ഒഴിക്കട്ടോ. ഞാൻ 2 മുട്ട ഉണ്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുട്ട ഉണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ കുറച്ച് ജീരകമൊക്കെ ഒതുക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 കൂടി ഇട്ട് ചിക്കാനായിട്ടാണ്. മുട്ട കൂമ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതിന് ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചിക്കി കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണില്ല. അപ്പോൾ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ മിക്കവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുവിടാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മുട്ട നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ നമ്മൾ എഗ്ഗ് ചിക്കിയെടുക്കണ മാതിരി, മുട്ട ചിക്കിയെടുക്കണ പോലെ എല്ലാം കൂടി മിക്സാക്കി ചിക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കോളൂ. മുട്ടയും ഈ വാഴയുടെ ഈ കൂമ്പും നല്ല ടേസ്റ്റ് ആയിക്കോളൂ. അടുത്തതാണ് കേട്ടോ. അത് ഞാൻ വഴുതനങ്ങ വഴറ്റാനായിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വഴുതനങ്ങ, തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ കടുക്കൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് കടുക് ഇടുന്ന വീട്ടിൽ നേരത്തെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല. തക്കാളി ഇതാണ് കേട്ടോ. 2 തക്കാളി 2 വഴുതനങ്ങയും കൂടി വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ. ഞാനത് സവാള എന്നിട്ട് ചേർക്കണേ. തിരക്കോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇതാണ് കേട്ടോ. നമുക്കൊരു ഇതാണ്. എല്ലാം ഒലത്തുകളാണ് കേട്ടോ. ഞാൻ ചെറിയ ഒലത്തുകൾ ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം വെജിറ്റബിളാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. വഴുതനങ്ങ, തക്കാളി, പിന്നെ വാഴയുടെ കൂമ്പ്, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ എല്ലാം തോരൻ വെച്ചിങ്ങനെ കഴിക്കുകയാണ്. മുട്ട, എഗ്ഗൊക്കെ ഇങ്ങനെ അത്യാവശ്യത്തിന് ഞാൻ കഴിക്കുന്നുണ്ട്.
നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. തക്കാളിയും ഉടഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം ആയിക്കോളും. വേഗം ആക്കാൻ വേണ്ടിയിട്ട് സമയം കുറേ അതുകൊണ്ട് വേഗം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കയ്പ്പക്ക വറവലാണ് കേട്ടോ. കയ്പ്പക്ക കൊണ്ടാട്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മുഴുവൻ കഴിഞ്ഞിട്ടോ. ലഞ്ച് ഇതാണ് ഈ കയ്പ്പക്ക വറവലും വഴുതനങ്ങയും തക്കാളി ഇട്ട ഒലത്തും പിന്നെ കുടപ്പനാണ് കേട്ടോ. കുടപ്പനും മുട്ടയും കൂടി ചിക്കിയത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് പെട്ടെന്ന് മറന്നു കിട്ടും കേട്ടോ. ഇതിന് പറയണത് എന്താ കയ്പ്പക്ക കൊണ്ടാട്ടം എന്തുവാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇതിനെ നിങ്ങളുടെ അവിടെ എന്താണെന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. കയ്പ്പക്ക വറുത്തത്, കയ്പ്പക്ക കൊണ്ടാട്ടം, അങ്ങനെ എന്തൊക്കെയാണ് പറയണത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരി കിട്ടും. എല്ലാം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വീർത്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വീർത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഞാനായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം 1 മണി കഴിഞ്ഞിട്ടു. അപ്പം ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും. കാരണം ഇത് പെട്ടെന്നാവേണ്ട ഒരു സാധനമാണ്. ഈ ഒരു പാക്കറ്റിൽ ഇത്രയും തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയൊരു പാക്കറ്റ് നമുക്ക്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ടെ. അടുത്തതിന് ഫുഡ് കഴിച്ചിട്ട് പറയാം. ഇപ്പോൾ കണ്ടോ, കയ്പ്പക്ക വറുത്തത്, തോരൻ, എല്ലാ തോരനും.